വഴിയിലൂടെ പോകുന്ന ആളുകളെ നോക്കിയിട്ട് അതാരാ പോകുന്ന ചാത്തൂട്ടി. ഓ, മഹാപോക്കാവൻ്റെ കാര്യം. ഓൻ്റെ ദോഷങ്ങളിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് മജീദ് പോകുന്നു. മജീദ് അയിലും മോശമാണ്. സെബാസ്റ്റ്യൻ തീരെ പോക്കാണ്. ലോകത്തിൽ സകലയാളും മോശ. പഞ്ചായത്ത് മെമ്പർ തീരെ പോക്ക്, MLA പോക്ക്, മന്ത്രിമാര് പോക്ക്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അയിലും ഭീകരൻ. ലോകത്ത് സകലയാളും പോക്കാന്നുള്ള ചർച്ചകളാ വീട്ടുന്നത്. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം എന്ന ചർച്ചകളിൽ നമ്മുടെ കുട്ടികൾ അഭിനയിക്കുന്നു. എല്ലാം എൻ്റെ ഭാഗമാണ്. അദ്വൈതം അതും ഇതും ഞാനും നീയും വല്ല ഒന്നാണ്. അവൻ്റെ ശരീരം എൻ്റെ ശരീരം ഒരേ പദാർത്ഥത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അത്തരത്തിൽ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന ആശാന്റെ വരികൾ, കവിതകൾ ചൊല്ലണം, പാട്ടുകൾ പാടണം, സ്നേഹം പങ്കിടണം. അത്തരത്തിൽ ഉള്ള ഇടങ്ങളായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പ്രായമുള്ള ഒരു മനുഷ്യന്റെ, ഈ പ്രായമുള്ള മനുഷ്യർക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും നല്ല മരുന്നും കൊടുത്താലായി എന്ന തെറ്റിദ്ധാരണ ഇവിടെയുണ്ട്. എന്താ പറയൂ, ഞാനെന്താ നോക്കുന്നില്ലേ? കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നില്ലേ? കൃത്യമായിട്ട് മരുന്ന് കൊണ്ട് കൊടുക്കുന്നില്ലേ? പക്ഷെ അതിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് അച്ഛാ ഞാനിങ്ങനെ കാറ് വാങ്ങാൻ പോകുന്നുണ്ട് അച്ഛാ, വെളുത്ത കാറാ വാങ്ങുന്ന അച്ഛാ എന്നൊരു വാക്ക് അദ്ദേഹത്തോട് പറയാതെ കാറും വാങ്ങിയിട്ട് വിവരം ഹൃദയത്തുനിന്ന് മക്കൾ പറയുമ്പോഴാണ് പല മുതിർന്നവരും അറിയുന്നത്. അയാളടക്കം ഒരു പൈസയും വാങ്ങണ്ട, പക്ഷെ ഒരു വാക്ക് പറഞ്ഞൂടെ? അവിടെ പോയി ഇരുന്നിട്ട് ഒന്ന് 30 ഡിഗ്രിയിൽ എൻ്റെ തലയും 30 ഡിഗ്രിയിൽ അമ്മയുടെ തലയും ചെരിച്ചു വെച്ചിട്ടൊന്ന് ചേർത്തിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പലതും. ഒന്ന് വെറുതെ ഇരുന്നാൽ മതി. പ്രായമായ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ത്വക്കാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാ ത്വക്ക്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആ ത്വക്ക് പൊട്ടിയാലേ മൈൻഡ് ചെയ്യൂ. അത് വരും പറഞ്ഞിട്ട് മരുന്ന് വെക്കാൻ, പൗഡർ ഇടാൻ ആൾ വരും. ആ പൊട്ടുന്നതിന് മുമ്പ് ആ ത്വക്കിലൊന്ന് തലോടാൻ. ശരീരത്തിൽ ഏറ്റവും സ്പേസ് ഉള്ള പുറം, ഒരു ഉപകാരമില്ലാത്ത. കൈകൊണ്ട് കാലുകൊണ്ട് തലയുണ്ടല്ലോ എന്തെല്ലാം ഉപകാരമുണ്ട്. ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്ന പുറം കൊണ്ട് എന്തൊക്കെ ഒരു ഉപകാരമുണ്ട്? അത് മാന്താനുള്ള സ്ഥലമാണ്. ആരും ഒന്ന് മാന്തി കൊടുക്കാൻ, കാലത്ത് നമുക്ക് മടിയിൽ വെച്ചിട്ട് ആ കാലിൻ്റെ വിരലുകളൊന്ന് കൊട്ടല്ലൊന്ന് വലിച്ച് പൊട്ടിക്കാൻ, ആ മടമ്പുകളൊന്ന് മസാജ് ചെയ്യാൻ കഴിയുന്ന സ്വഭാവമുള്ള അതൊരു ജീവിതമാക്കി, ഒരു ശൈലിയാക്കിയിട്ട് മാറ്റിയെടുക്കാനുള്ള കുടുംബങ്ങളെ മാറ്റിയെടുക്കണം നമുക്ക്. അത്തരത്തിലാവുമ്പോൾ സംസ്കാരം ഒരു പ്രവാഹമായിട്ട് ഒഴുകുന്ന, സംസ്കാരം പൊട്ടിമുളച്ച പൊട്ടക്കുളമല്ല, സംസ്കാരം അഴുക്ക് ഇല്ലാത്ത ഒഴുകുന്ന പുഴയാണ്. ആ പുഴയായിട്ടൊഴുകുന്ന കുടുംബ ബന്ധങ്ങളെ മാറ്റിയെടുക്കുക, സാമൂഹ്യ ബന്ധങ്ങളെ മാറ്റിയെടുക്കുക. അത്തരത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് ഹൃദയങ്ങളെ സൃഷ്ടിക്കാനും ഹൃദയങ്ങളെ ആർദ്രമാക്കുവാനുമാണ് ആദ്യം നമുക്ക് വേണ്ടത്. ലോകത്തെല്ലാം ഇങ്ങനെയാണ്. ഇനിയിപ്പം നമ്മൾ വിചാരിച്ചിട്ടായി ലോകം നേരെയാവുന്നു എന്നൊരു ചോദ്യമുണ്ട് പലരും പറയുന്നു. മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന നാടകത്തിൽ അന്റോണിയോ ഷൈലോക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് കാശ് വാങ്ങിയിട്ട് ബൊസാനിയോന് വായ്പ കൊടുത്തിട്ട് ബൊസാനിയോ കപ്പൽ വാങ്ങി മുങ്ങിപ്പോയപ്പോ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തപ്പോൾ കോടതിയിലെത്തി. കോടതിയിൽ വിധി വന്നു, പൈസ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷൈലോക്കിന് എഗ്രിമെന്റ് വ്യവസ്ഥ നടപ്പിലാക്കാം. എഗ്രിമെന്റ് വ്യവസ്ഥ അന്റോണിയോവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കാമെന്ന്. കത്തിയും എടുത്ത് ഷൈലോക്ക് മുറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താടി മീശയുള്ള ഒരു വക്കീൽ കയറി വന്നിട്ട് പറയുന്നത്, നിക്ക് ഒറ്റ കാര്യം, വിധിയൊക്കെ കറക്റ്റാ, പക്ഷെ മാംസം അല്ലാതെ ഒരു തുള്ളി ചോര പോകരുത്. ചോരേന്റെ കാര്യം എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല. ചോര പോകാതെ മാംസം മുറിക്കാൻ പറ്റുമെന്ന് മുറിച്ചിടുക എന്ന് പറഞ്ഞപ്പോൾ ഷൈലോക്ക് തളർന്നുപോയി. കോടതിയും പറഞ്ഞു ചോര പോകാതെ മുറിക്കണം. പൈസയും ഇല്ല. അന്റോണിയോനെ കൊല്ലണമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. നിരാശനായി നിൽക്കുന്ന ഷൈലോക്ക് നിൽക്കുമ്പോൾ അന്റോണിയോ ബൊസാനിയോവിനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ആലോചിച്ചത്, തന്നെ രക്ഷപ്പെടുത്താൻ നമ്മൾ വക്കാലത്തും ഉൾപ്പെടാണ്ട് കയറി വന്ന ആ വക്കീലേതാ? ആ വക്കീൽ അതും കഴിഞ്ഞ് നേരെ പോവുക. വക്കീലിന്റെ പിറകെ ഓടി ആരുമില്ലാത്തടുത്തെത്തിയ വക്കീൽ തൻ്റെ താടി മീശയും പറിച്ച് ചാടിയപ്പോഴാണ് പോർഷ്യയുടെ ഭാര്യയായിരുന്നു ആ വക്കീലെന്ന് മനസ്സിലായി. തൻ്റെ ഭർത്താവിനെ സഹായിക്കാൻ പുറപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാൻ തോന്നിയൊരു ഐഡിയ. ഞാനിത് പറഞ്ഞത് ആ നാടകത്തിൻ്റെ ഒടുവിൽ പോർഷ്യയും അന്റോണിയും ബൊസാനിയും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച, പോർഷ്യയെ, ഷൈലോക്കുമാരെ കൊണ്ട് ലോകം മുടിയും, പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത. അതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിച്ച ഈ ലോകം നേരെയാവോ പോർഷ്യയെ? അതിന് മറുപടിയായിട്ട് പോർഷ്യ അന്റോണിയോനോടും ബൊസാനിയോടും പറയുന്നൊരു വാക്കുണ്ട്.
പ്രാണനാഥ, നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിൽ ഒരു മെഴുകുതിരി കത്തുന്നത് കണ്ടു. ആ മെഴുകുതിരി വെളിച്ചത്തിന് ഈ ലോകത്തിൽ എല്ലായിടത്തുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും വെളിച്ചം വരുന്ന കാലത്ത് ഞാൻ കത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ഒരു മെഴുകുതിരിയും കെട്ടുകളയുന്നില്ല. നമ്മളെല്ലാം നമുക്കാവുന്നത്ര അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ഒരു വിളക്കായി മാറുക എന്നാണ് പുരുഷ പറയുന്നത്. ലോകത്തെല്ലായിടത്തും വെളിച്ചമുണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കാവട്ടത്തിൽ, നമ്മുടെ അയൽപ്പക്കത്തിൽ, നമ്മുടെ വാർഡിൽ, നമ്മുടെ പ്രദേശത്ത് നമുക്ക് ആർദ്രത സൃഷ്ടിക്കാൻ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ പ്രചോദിത കമ്പനം, മനസ്സിലായോ? ട്യൂണിംഗ് ഫോർ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം കണ്ടിട്ട് പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറ ആ കമ്പനം നടത്തുന്ന ഹൃദയങ്ങൾ സമാന ഹൃദയന്മാർ, സഹൃദയന്മാർ ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിലെ തലമുതിർന്നവരും അല്ലാത്തവരുമായിരിക്കുന്ന ഒരു സംഘം മനുഷ്യക്കൂട്ടം, മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഉദാഹരിക്കാൻ പറ്റിയ അവരെല്ലാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പയ്യന്നൂരിൽ മുൻപേ പറക്കുന്ന പക്ഷികളായിട്ട് 10-20 വർഷക്കാലം പ്രവർത്തിച്ച ഈ സംഘടനയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരോത്തരം വിജയപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും